സ്നേഹമുള്ള ഈ അപ്പൻ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കണം. 2, ഈ അപ്പനെ അന്വേഷിക്കാൻ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ലോകത്തിൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടാനോ, ജോലി കിട്ടാനോ, വഴി തുറക്കാനോ, വീട് കിട്ടാനോ ഒക്കെ നല്ല കാര്യമാണ്. അതൊക്കെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ സ്നേഹമുള്ള അപ്പനെ അന്വേഷിക്കാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതിനകത്ത് ചിലരൊക്കെ വന്നിട്ട് എന്നോട് പറയാം, അച്ഛാ വിശുദ്ധ കുർബാന അച്ഛൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്നേഹമുള്ളൊരപ്പൻ്റെ ഒരു ആബാപിതാവിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ്, ഒരു അനുഭവം. പള്ളി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ കണ്ണു നിറഞ്ഞ് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു കൃപ. എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട്, പ്രാർത്ഥിക്കാൻ ഇരിക്കേണ്ട അന്നേരം തൊട്ട് ദൈവസ്നേഹത്തിൻ്റെ കണ്ണുനീരങ്ങൊഴുകും. കണ്ണുനീര് എന്നോട് പറഞ്ഞു, മണിക്കൂറുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമോ, അന്നേരം തൊട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞ് അങ്ങ് ഒഴുകുന്ന ഒരമ്മ. പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല, പക്ഷേ ദൈവത്തോട് അത്ര സ്നേഹമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ അപ്പനെ സംശയിക്കാതെ വിശ്വസിക്കണം. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് നമ്മൾ ഏൽക്കുന്നതായ ചില ആക്രമണങ്ങളും ചതവുകളും മുറിവുകളും ഒക്കെയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന മുറിവിനേക്കാൾ വലുതാണ് മനസ്സിന് ഒക്കെ ഏൽക്കുന്ന മുറിവുകൾ. കഴിഞ്ഞ ദിവസം ഒരു ആൾ വന്ന് വേദനയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾ വന്ന് സങ്കടത്തോട് പറഞ്ഞ ഒരു കാര്യമാണ്, അച്ഛാ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അധ്വാനിച്ചത് മുഴുവൻ. ഞങ്ങൾ അവരെ, ഞങ്ങളുടെ ജ്യേഷ്ഠത്തെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ഒരുപാട് ജോലി ചെയ്ത് മക്കളെ പഠിപ്പിച്ചു വലുതാക്കി. പക്ഷേ ഞങ്ങൾ ജോലി ചെയ്യാൻ പോയത് മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഇട്ടേച്ചു പോയി. അങ്ങനെ മാതാപിതാക്കൾ ഞങ്ങളെ ഇട്ടേച്ചു പോയി എന്നതിൻ്റെ വേദന കൊണ്ട് ഇന്ന് അവർ ഞങ്ങളെ വല്ലാതെ മുറിപ്പെടുത്തുകയാണ്. ഞങ്ങളെ വേദനിപ്പിക്കുകയാണെന്നുള്ളത്. ഞങ്ങളവരെ ഒഴിവാക്കിയതല്ല ചാ, പക്ഷെ ഞങ്ങൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനും അധ്വാനിക്കാനും പോയതാണ്. പക്ഷേ അത് അവരുടെ മനസ്സിനേറ്റ ചതവും മുറിവും ചില്ലറല്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രായമായി വന്നിരിക്കുമ്പോൾ അവരെ നിരന്തരം എല്ലാ ദിവസവും ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചതഞ്ഞിരിക്കുകയാണ്, മുറിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, അവരുടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുഞ്ഞുനാളിൽ ഉള്ള ചില മുറിവുകൾ ഉണ്ടായത് അവഗണന, എന്നെ വേണ്ട എന്ന് വെച്ചു, മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്ത അവസ്ഥ, ജീവിതത്തിൽ സ്നേഹം കിട്ടുമെന്ന പ്രതീക്ഷിച്ചെടുത്തു നിന്ന് കിട്ടിയ തിരിച്ചടികൾ, അതൊക്കെയാണ് ഓരോ മനുഷ്യനെയും ജീവിതത്തിൽ വല്ലാത്ത വികൃതരാക്കി മാറ്റുന്നത്. അതറിയാം, മനസ്സിന് മുറിവേറ്റ് കഴിയുമ്പോൾ ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു വിദേശത്തുള്ള ഒരു പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് കൂടുന്ന ഒരു പയ്യൻ. അപ്പോൾ അവന് ഇങ്ങനെ വികാരി അച്ഛന് കൈ കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന്, കൊച്ചു പയ്യനാണ്, അവൻ്റെ കൈക്ക് അത്ര ഉറപ്പും ബലമൊന്നുമില്ല. അപ്പോൾ അവൻ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് പാത്രം തറയിൽ വീണ് ഈ വെള്ളം തെറിച്ച് അച്ഛൻ്റെ കുപ്പായത്തിലൊക്കെ വീണു. ആ അച്ഛൻ അവിടെ നിന്നിട്ട് അച്ഛന് അവൻ്റെ ചെവിക്ക് പിടിച്ചൊരു കറക്കിട്ട് പറഞ്ഞു, സൂക്ഷിച്ചൊഴിച്ചുകൂടാനോ. അവന് വേദനയോടെ നോക്കിയപ്പോൾ അവൻ്റെ ആൾക്കാർ, അവൻ്റെ മാതാപിതാക്കളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ തിരികെ ഇത് കൊണ്ടുപോയി വെള്ളം വെച്ച്, എന്നിട്ട് അവൻ്റെ ശുശ്രൂഷ കുപ്പായ അവൻ ഊരിയിട്ട് അവൻ അതുവഴി ഇറങ്ങി ചെന്ന് പള്ളിയുടെ പള്ളിയുടെ വാതിൽ, സാക്രിസ്റ്റിയുടെ വാതിലൊക്കെ തുറന്ന് വാതിൽ ചാടി അപ്പുറത്ത് കടന്ന് അങ്ങനെ റോഡിലോട്ട് ഇറങ്ങി പോയി. പിന്നീട് ഒരിക്കലും അവൻ ആ പള്ളിയിൽ കയറിയിട്ടില്ല. അവനാണ് പിൽക്കാലത്ത് ചൈനയിൽ വലിയ വിപ്ലവമുണ്ടായ സമയത്ത് ആദ്യമേ കത്തോലിക്ക സഭയ്ക്ക് എതിരായി, പള്ളികൾക്കെതിരായി പള്ളി പൂട്ടിക്കാനും വൈദികരെ ജയിലിൽ അടയ്ക്കാനും ഒക്കെ മുന്നിട്ട് നേതൃത്വം നൽകിയ ശക്തനായൊരു നേതാവായി, കമ്മ്യൂണിസത്തിൻ്റെ നേതാവായിട്ട് മാറി. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു പൈതൽ ഇതേപോലെ വേറൊരച്ഛനിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് ഇതേപോലെ അച്ഛൻ്റെ ദേഹത്ത് കുപ്പായത്തിലൊക്കെ കുറേ വെള്ളം വീണു. അവനും പേടിയായിപ്പോയി, ആളുകൾ കാണുന്നുണ്ട്. ഉടനെ അച്ഛന് അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞൊന്ന് സ്നേഹത്തോടൊന്ന് ആശ്ലേഷിച്ച് അവനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ബ്ലെസ് ചെയ്ത് വിട്ടു.
അവനാണ് പിന്നീട് അമേരിക്കയിലെ പിൽക്കാലത്ത് ഫുൾട്ടൺ ജേഷീൻ എന്ന് പറഞ്ഞ വിശുദ്ധനായ കത്തോലിക്ക സഭയിലെ കർദിനാളായി വിശുദ്ധനായി ദൈവം ഉയർത്തിയ ഫുൾട്ടൺ ജേഷീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നന്നായി എല്ലാം പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ നമ്മളൊക്കെ ചതവുകളും മുറിവുകളും ഏൽക്കും. ചില ആളുകൾ നമ്മളെ പരിക്കേൽപ്പിക്കും. ഇത് ഈ ലോകത്തിൽ സംഭവിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. ചില ആളുകൾ നമ്മളെ ആളുകളുടെ മുൻപിൽ വെച്ച് കളിയാക്കും, പരിഹസിക്കും, നമുക്കൊന്നുമില്ലായ്മകളെ എടുത്ത് മറ്റുള്ളവർ മുമ്പിൽ അവതരിപ്പിക്കും. അങ്ങനെ മുറിവേറ്റ് കഴിയുന്ന നമ്മുടെ മനസ്സുകൾ, ചതവുകൾ, ഒറ്റപ്പെടലുകൾ പിൽക്കാലത്ത് അനേകം മുറിവുകൾക്ക് കാരണമായി മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ, സ്വഭാവത്തിൽ ഏൽക്കുന്നതായ ചില ചതവുകളും മുറിവുകളുമുണ്ട്. അപ്പം അതിനെ നമ്മൾ സൗഖ്യപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് നിക്ഷേപങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ ഈ ആരാധനയിലൊക്കെ ഈ ആന്തരിക സൗഖ്യങ്ങൾ പ്രാപിച്ചു നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആളുകളെ വിധിക്കും, ആളുകളെ കുറ്റപ്പെടുത്തും, ആളുകളെ നമ്മൾ പരിഹസിക്കും. എന്തുകൊണ്ടാണ്? പലപ്പോഴും പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിധിയായി, കുറ്റപ്പെടുത്തലുകളായി, പ്രതികാരങ്ങളായി ഒക്കെ മാറുന്നതിൻ്റെ കാര്യം നമ്മൾ ഒരിക്കലും സൗഖ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാം കുറ്റക്കാരാണെന്ന അർത്ഥത്തിലല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് നിയന്ത്രണത്തിലല്ലാത്ത പല വിഷയങ്ങളുടെയും കാരണം നമ്മളുടെ മനസ്സിലേറ്റ മുറിവുകളാണ്. നമുക്കറിയാം, മുറിവേറ്റ ഒരു ജീവിയാണ് ഏറ്റവും വലിയ അപകടകാരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുറിവേറ്റ ഒരു ജീവി, മുറിവേറ്റ ഒരു ജീവി, അതിനെ നമ്മൾ സൂക്ഷിച്ച് വേണം അടുത്ത് പോകാൻ. ആ ജീവി മറ്റുള്ളവരെ നന്നായിട്ട് മുറിവേൽപ്പിക്കും. എന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും മുറിവുകളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നീട് വലിയ പാടാണ് മറ്റുള്ളവരുടെ സൗഖ്യം കൊടുക്കാൻ. പല ആളുകൾ നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഇത്ര ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇയാൾ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ നന്മകളൊന്നും മനസ്സിലാകാത്തത്? എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഇടപെടുന്നത്? ഇയാൾ എന്തുകൊണ്ടാണ് ഓർക്കാപ്പുറത്ത് ഇങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്നത്? ഇങ്ങനെ പല രീതിയിൽ, പല വിധത്തിൽ ദൈവത്തിൻ്റെ മക്കൾ, ദൈവമക്കൾ വിഷമത്തിലും പ്രയാസത്തിലും കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടിയാണിത്. അതിനാൽ ഈ സമയത്ത് നമ്മൾ ശക്തമായിട്ട് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശയിൽ കഴിയുന്നവരുണ്ട്, കുറ്റബോധങ്ങളിൽ കഴിയുന്നവരുണ്ട്, ദുഃഖഭാരങ്ങളിൽ കഴിയുന്നവരുണ്ട്, ഒട്ടും സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തവരുണ്ട്. കഴിഞ്ഞ കാലത്തുണ്ടായ തെറ്റുകളുടെ ഉത്കണ്ഠകളിലും ആ തെറ്റുകളെക്കുറിച്ചുള്ള ഭാരം, ഞാൻ അങ്ങനെ ചെയ്തു പോയി, തെറ്റിപ്പോയി, അത് 10-50 വർഷം കഴിഞ്ഞാലും 60 വർഷം കഴിഞ്ഞാലും അയ്യോ എനിക്കത് പറ്റിപ്പോയി, ഞാൻ ഒത്തിരിയേറെ പാപിയാണെന്നങ്ങനെ കുറ്റബോധങ്ങളിൽ, നിരാശകളിൽ കഴിയുന്ന ആളുകളുണ്ട്, ഭയങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട്. പല ആളുകളിലും എന്തുകൊണ്ടാണ് അപകർഷതകളിൽ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ, എനിക്കിതിനൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ല, ഞാൻ ചെയ്തത് ശരിയാകുകയില്ല, ഞാൻ ചെയ്തത് ശരിയാണോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, ഇതിൻ്റെ അടി എനിക്ക് കിട്ടുമോ, നാളെ മിക്കവാറും എൻ്റെ കാര്യം പോക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള മനസ്സിന് പല സംശയങ്ങളും, ഭയങ്ങളും, മന്ദതകളും, പിന്മാറ്റ ചിന്തകളും, അപകർഷതാബോധങ്ങളും, ഉൾവലിവുകളും, മടുപ്പും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം പലർക്കും നീരസങ്ങൾ, ഒന്നിനോടൊരു തൃപ്തിയില്ല, എന്നാ പറഞ്ഞാലും ഒരു സംതൃപ്തിയില്ല. പലർക്കും ആസക്തികൾ, പ്രതികാര ചിന്തകൾ ഇങ്ങനെ കിടക്കുകയാണ് മനസ്സിൽ അലട്ടിക്കൊണ്ട്. ഒട്ടും സമാധാനമില്ല. പ്രാർത്ഥിക്കാൻ നിന്നാലും പല വിചാരമാണ്. നമുക്കൊരല്പനേരം പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പലരെക്കുറിച്ചുള്ള ചിന്തകളാണ്. നമ്മളെക്കുറിച്ച് പെർഫെക്ഷനിസ്റ്റ്, ഇങ്ങനെ ഞാനൊരു പൂർണ്ണതാവാദി, ഞാൻ ഓക്കെയാണ് എന്നൊരു ചിന്ത കൊണ്ട് പറയും. പക്ഷെ ഉള്ളുകൊണ്ടും അറിയാം നമ്മൾ ഓക്കെ അല്ലെന്ന്. അങ്ങനെ ഒരു ഡൈക്കോട്ടമിയിൽ ഒക്കെ കഴിയുന്ന, ധ്രുവങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മനസ്സിനെ നമ്മൾ കർത്താവിന് അടിമ വെച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നേരിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ, സൗഖ്യം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലോകത്തിൽ നമ്മളെ മുറിവേൽപ്പിച്ച അനേകരുണ്ട്, നമ്മളെ വേദനിപ്പിച്ചവരുണ്ട്, സങ്കടപ്പെടുത്തിയവരുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നൊന്നുമല്ല. കയ്യിലേക്ക് കിട്ടിയ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയി, കയ്യിലേക്ക് കിട്ടിയ ഭാര്യയുടെ അവസ്ഥ ഇതായിപ്പോയി,
നമ്മുടെ മക്കളെ ഇതൊന്നുമല്ല നമ്മൾ പഠിപ്പിച്ചത്, പക്ഷേ അവൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കളില്ല, വീടില്ല, പരിസരമില്ല, ആളുകളില്ല, അയൽക്കാരില്ല, ആകെപ്പാടെ അഴകൊടാന്നൊരവസ്ഥയിലായത് നമ്മളെങ്കിൽ, സ്നേഹമുള്ളവരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഇത് രണ്ടും രണ്ടാണ്. ഏത്? പുറമെയുള്ള ഈ ആളുകളും അകമയുള്ള എൻ്റെ മനസ്സും രണ്ടും രണ്ടാണ്. ഇത് രണ്ടിനെയും നമ്മൾ ഒന്നായി കാണരുത്. ഹല്ലേലൂയാ. മനസ്സിലായില്ല? ഹല്ലേലൂയാ. അതായത് നമുക്ക് ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന, നമുക്ക് മുറിവുകളും വേദനകളും ഉണ്ടാക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. നമുക്ക് വേദനയും ചതവുകളും ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആ വ്യക്തികളും എൻ്റെ അകത്തെ മനസ്സും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ഒന്നായി കാണരുത്. ഇത് രണ്ടും ഒന്നാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആളിനെ ഞാനെടുത്ത് അകത്ത് വെക്കും, ആ ആഘാതത്തെ ഞാനെടുത്ത് അകത്ത് വെക്കും, ആ മുറിവിനെയും സമയത്തെയും എടുത്ത് അകത്ത് വെക്കും, ആ ദിവസം മറക്കാതെ ഞാൻ കുറിച്ചിടും. അങ്ങനെ ഉണ്ടായ ആ അവസ്ഥയിൽ എനിക്കുണ്ടായ ആ ചതവിൻ്റെ ആഘാതം കൂട്ടത്തെ ഉള്ളത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മക്കളെ, നമ്മളെ അശുദ്ധനാക്കാൻ പുറത്തു നിന്നൊന്നിനും കഴിയില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പുറമെയുള്ള ഒന്നും എന്ന് കർത്താവ് പറഞ്ഞാൽ ഒന്നും, അത് വ്യക്തിയാകാം, സംഭവമാകാം, പുറമേ നടന്ന എല്ലാ കാര്യങ്ങളുമാകാം, കഴിഞ്ഞ കാലമാകാം, ഒന്നിനും നമ്മളെ അശുദ്ധനാക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ തകർക്കാൻ പറ്റില്ല. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ സാമീപ്യമാണ്, ഛായയാണ്, സാദൃശ്യമാണ്. ഇപ്പം നമ്മളിലെ ദൈവാംശത്തെ നശിപ്പിക്കാൻ പുറമെയുള്ള ഒന്നിനും പറ്റില്ല. ഈശോ പറഞ്ഞു, പുറത്തുള്ള ഒന്നിനും നിങ്ങളെ അശുദ്ധനാക്കാൻ കഴിയില്ല. മറിച്ച് അശുദ്ധി എങ്ങനെയാണ് വരുന്നത്? ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ കയ്പാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് അശുദ്ധിയായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ നീരസമാണ് ഇരിക്കുന്നതെങ്കിൽ, അപകർഷതാബോധമാണെങ്കിൽ മറ്റുള്ളവർക്കും അത് ചതവും മുറിവുമായി മാറും. അതുകൊണ്ടാണ് പുറമെ എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം അങ്ങ് മറന്നേക്കുക. ആളുകളെ മറക്കുക, വ്യക്തികളെ മറക്കുക. അത് പറഞ്ഞേക്കാം, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. മറക്കാൻ പറ്റുകയല്ല, മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്, സൂര്യൻ ഉദിച്ച കണക്ക്. എങ്ങനെ മറക്കാൻ പറ്റും? എന്നെ അത്ര ദ്രോഹിച്ചതാണ്, ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പറഞ്ഞ വചനം എന്താണെന്നറിയാമോ? പുറമെയുള്ള ഒന്നിനും നിങ്ങളെ അശുദ്ധനാക്കാൻ, നശിപ്പിക്കാൻ പറ്റാത്ത വിധം ഒരാന്തരിക ശക്തി കർത്താവിന് നിങ്ങൾക്ക് തരാൻ പറ്റും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഇപ്പോൾ നിറയണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ മനസ്സുകളെ സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭാഗമാകാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില വികാരങ്ങളുണ്ട്. നമ്മളുടെ ഭാഗമാകാതെ കിടക്കുന്ന, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത ചില ഇവന്റുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. നമ്മൾ പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും, ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ദേഷ്യം വരും, ഓർക്കുമ്പോൾ തന്നെ തീർന്ന് അന്നത്തെ ദിവസം പോയി ഉള്ള സന്തോഷം കെടുത്തിക്കളയുന്ന ചില ഓർമ്മകൾ, നമ്മുടെ ഭാഗമാകാതെ കിടക്കുന്ന ചില നമ്മുടെ കഴിഞ്ഞ കാലത്തിൻ്റെ വികാരങ്ങൾ, ചില സംഭവങ്ങൾ. ദൈവമേ, അതങ്ങോട്ട് വരുമ്പോഴേ മനസ്സിന് ഒരാളലാണ്, ഒരു എന്താ പറയുക, ഒരു ബേണിങ് സെൻസേഷൻ. പിന്നെ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ഇത് ഈ ആന്തരിക സൗഖ്യ വിഷയ ആരാധനയിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈശോ അത് നമ്മുടെ ഭാഗമാക്കി മാറ്റും. ഹല്ലേലൂയാ. 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 അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ചില ആളുകൾ നമ്മളോട് കാണിച്ച ചില സ്വഭാവങ്ങൾ, ദേഷ്യപ്പെട്ടത്, നമ്മളെ അംഗീകരിക്കാതെ, നമ്മളെ കളിയാക്കിയത്, നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കിയത്, അവഗണിച്ചത്, നമ്മളെ പീഡിപ്പിച്ചത്, ദ്രോഹിച്ചത്, മുറിവേൽപ്പിച്ചത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ആ വ്യക്തിയെയും ആ സംഭവത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ. പറ ഹല്ലേലൂയാ. 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 അതുകൊണ്ട് നമുക്ക് ഈ റെസ്റ്റ്ലെസ്നെസ്, ഈ അസ്വസ്ഥത, ഈ വികാരങ്ങളുടെ വിക്ഷോഭം, ഈ വിസ്ഫോടനം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഈ സ്വഭാവം ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷയം എന്താണെന്നറിയാമോ? കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ, ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ, ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ആളുകൾ നമ്മളെ കൊണ്ട് പൊറുതിമുട്ടും. പിന്നെ മെല്ലെ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കും.
നമ്മൾ എല്ലാവരും നല്ലവരും മനുഷ്യരാ. പക്ഷേ നമ്മളേറ്റ ചതവുകൾ സൗഖ്യപ്പെടാതിരുന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കേണ്ടി വരും. അനേകരുടെ ജീവിതത്തിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ, ചിലരുടെയൊക്കെ മരണക്കിടക്കുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ച് വിസ്തുർബാനയൊക്കെ കൊടുക്കാൻ നേരത്ത് അവരനുഭവിക്കുന്ന ഒരു പിരിമുറുക്കമുണ്ട്. ഒരിക്കലൊരു പ്രായമായ അപ്പച്ചനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ വീട്ടിൽ ആരെയും കാണുന്നില്ല, കഥയെല്ലാം തുറന്നു കിടക്കുകയാണ്. ഞാൻ പതിയെ അവിടെ ചെന്നപ്പോൾ ഒരു ഞരക്കം കേൾക്കാം. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അപ്പച്ചൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പ്രാകുകയാണ്. ഞാനിപ്പോൾ ചാകുവേ, ഇവരെല്ലാം എവിടാണോ? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ ചെന്ന് കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ വല്ലാതെ അസഭ്യങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയൊക്കെ ഒരു മരണം, അങ്ങനെ ഒരു അന്ത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ എല്ലാ ദിവസവും ഹുസോയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. സമാധാനപൂർണമായൊരു അന്ത്യത്തിന് ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, കർത്താവേ സമാധാനത്തോടെ മരിക്കാൻ കൃപ തരണമേ. എങ്ങനെയാണ് സമാധാനത്തോടെ മരിക്കുക പ്രിയപ്പെട്ടവരെ? ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ മനസ്സിന് നമ്മളിപ്പോൾ അറിയാതെ കൊണ്ടു നടക്കുന്ന ചതവുകളെ ഈശോയ്ക്ക് കൊടുക്കണം, സൗഖ്യപ്പെടണം. എങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എല്ലാവരെയും സ്നേഹിച്ച് ശാന്തമായി മരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ നോക്കി ചിരിച്ചാലും മാറി നിന്നിട്ട് പറയും, കട്ടിൽ ഒഴിയുന്നില്ലല്ലോ എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെങ്ങും അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈശോടൊന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിൻ്റെ വേദനയും വിഷാദങ്ങളും ദുഃഖങ്ങളും മാറുകയുള്ളൂ. ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ അല്പനേരം പാട്ട് കേട്ടു എന്ന് പറഞ്ഞാൽ പിക്നിക്ക് നടത്തിയതുകൊണ്ടോ ആളുകളോട് സംസാരിച്ചതുകൊണ്ടോ അല്പനേരത്തേക്ക് അതൊക്കെ ഒന്ന് മാറി നിൽക്കും. പക്ഷേ ശാശ്വതമായ സൗഖ്യം ഹൃദയത്തിൽ ദൈവം തരണം. ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആരാധനയിൽ, നമ്മൾ ഈ പ്രതികൂലത്തിലും മഴയിലും പ്രതിസന്ധിയിലും ഒക്കെ നമ്മൾ വരുന്നതിൻ്റെ കാര്യം, എൻ്റെ കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ അറിയാതെ അവിടുത്തെ കുരിശിൽ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ട് എനിക്കൊരു സൗഖ്യമുണ്ടാവും. അതുകൊണ്ടാണ് ഈശോയുടെ മുമ്പിൽ ഇരുന്നവരൊക്കെ സൗഖ്യപ്പെടും. കാരണം അവൻ്റെ മുറിവുകൾ നമ്മളെ സൗഖ്യപ്പെടുത്തും. യേശയ്യാ 53:4-5 വചനം, ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവുകളാൽ നാം എന്തോ പ്രാപിച്ചു? സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ മുറിവുകൾ നമുക്ക് സൗഖ്യം തരും. അതുകൊണ്ടാണ് ഈ ആരാധനയിൽ അവനോട് ഈ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ശരീരത്തിന് സൗഖ്യം ഉണ്ടാകും, പക്ഷേ പല ശാരീരിക സൗഖ്യങ്ങളും നടക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം മാനസികമായ ആത്മീയമായ സൗഖ്യം ഉണ്ടാകാത്തത് കൊണ്ടുകൂടെയാണ്. ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 73:21 വാക്യം വായിക്കാം. സങ്കീർത്തനം 73:21 വാക്യം. എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ അജ്ഞത, ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുകയില്ല, ആളുകളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്താ നടന്നെന്നറിയാത്ത അവസ്ഥ, എന്താ നമ്മുടെ ജീവിതം ഒന്ന് പിടികിട്ടാത്ത അവസ്ഥ. അതിന്റെ കാരണം എന്താണ് ബൈബിൾ പറയുന്നതെന്ന് അറിയാമോ? പല ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. പല ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പല ആളുകൾ ഇങ്ങനെ വേവ് നിന്ന് നടക്കുക, കാലുപൊള്ളി നടക്കുക, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന, അറിവില്ലാതെ അജ്ഞതയിൽ നടക്കുന്നതിന്റെ കാരണമാണ് ബൈബിൾ പറയുന്നത്. ഒന്നുകൂടെ വായിച്ചേ. എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ. ആത്മാവിൽ കയ്പ് നിറഞ്ഞ അനുഭവം ഉണ്ടെങ്കിൽ ബോധം പോവും, ബോധം പോവും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അടുത്തത്, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ. എന്റെ ഹൃദയത്തിന് മുറിവേറ്റ് കഴിഞ്ഞാൽ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. മൂഢനും അജ്ഞനുമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മുറിവുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വകതിരിവില്ലാതെ ഇടപെടുന്നുണ്ടെങ്കിൽ, അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ജ്ഞാനം കിട്ടാനുള്ള വഴിയെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മുറിവുകൾ സൗഖ്യപ്പെടണം.
ഏറ്റു പറയാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ നിറയണമേ. സൗഖ്യം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സൗഖ്യമുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സൗഖ്യമുണ്ടാകുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, മുറിവേറ്റ് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ നടക്കുകയില്ല. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നല്ല ഒരു ഫംഗ്ഷൻ വരികയാണ്, നമ്മളെല്ലാവരും വിളിച്ചു, നന്നായിട്ടെല്ലാം ക്രമീകരിക്കും, പക്ഷേ തിന്മയായിട്ടത് മാറും. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അത് വലിയ കൃപയോടുകൂടി ശുശ്രൂഷകളൊക്കെ തുടങ്ങും, ആരംഭിക്കും, പക്ഷെ വലിയ കലഹങ്ങളും അടിയിലും തീരും. നന്മ ആഗ്രഹിക്കും, തിന്മ പുറത്തു വരും. അതാണ് പൗലോസ്ലീഹ പറഞ്ഞൊരു വചനം. പൗലോസ്ലീഹന്റെ കുമ്പസാരം നമ്മൾ കേട്ടിട്ടുണ്ട്. പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ കുമ്പസാരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. പൗലോസ്ലീഹ പറയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ആരാ പറയുന്നേ? പൗലോസ്ലീഹ. പൗലോസ്ലീഹ പറയും, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യാം, എനിക്ക് പക്ഷെ പിടികിട്ടുന്നില്ല, അറിഞ്ഞോണ്ടല്ല ഞാൻ ചെയ്യുന്നത്. അടുത്ത വചനം, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 19-ാം വാക്യം. ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പൗലോസ്ലീഹ പറയാണ്, ദൈവമേ, നന്മ ആഗ്രഹിക്കും, പക്ഷേ തിന്മ ചെയ്തു പോകും. ഇത് പൗലോസ്ലീഹ പോലും പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന് ഒരു കാരണം നമ്മൾ കാണണം. നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയാ, റിസൾട്ട് വരുമ്പോൾ തിന്മയായിട്ട് മാറും. നമ്മൾ ഒത്തിരി ചിന്തിച്ചു കൂട്ടും, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിരുന്നെങ്കിൽ, ആളുകൾ ഇങ്ങനെയൊക്കെ ഇടപെട്ടിരുന്നെങ്കിൽ, പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഇതാ കിടക്കണം. ഒന്നിനും ഒരു നന്മ കിട്ടുന്നില്ല, റിസൾട്ടില്ല, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ ആഗ്രഹിച്ചു കൂട്ടുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. നന്മ പുറത്തു വരണമെങ്കിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 23-ാം വാക്യം ഒന്ന് വായിക്കാമോ? 24-ാം വാക്യം. ഞാൻ ദുർഭഗനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? എന്നെ ആര് മോചിപ്പിക്കും? പൗലോസ്ലീഹ പറയാ, കർത്താവേ, മനസ്സിൽ ആഗ്രഹമുണ്ട് നന്മ ചെയ്യാൻ, പക്ഷേ എൻ്റെ പ്രവൃത്തിയിൽ ഈ തിന്മ വന്നുകൂടുക. റിസൾട്ട് വരുമ്പോൾ എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു ഡൈക്കോട്ടമി, ഇങ്ങനെ ഒരു തരം ഞെരുക്കം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നത് നന്മയാണ്, പക്ഷേ റിസൾട്ട് വരുമ്പോൾ തിന്മ ചെയ്തു പോവുക. എന്താ കാരണമെന്നറിയാമോ? പൗലോസ്ലീഹ ഈ ഒരു ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട്, പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അടുത്ത വചനം പറയാണ്, ഞാനൊരു ദുർഭഗനായ മനുഷ്യൻ, ഐ ആം എ wretched man. wretched man എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാനൊരു നാറിയ മനുഷ്യൻ. അതാണ് അതിൻ്റെ മൂല അർത്ഥം, നാറിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, സ്പ്രേ ഒക്കെ അടിച്ച് പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, പക്ഷേ ഉള്ളിൽ നിന്ന് ദുർഗന്ധമാണ് വരുന്നത്. wretched man എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം എനിക്കറിയാം, എൻ്റെ സ്വഭാവം എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. പുറമേ ചിരിച്ചൊക്കെ നടന്നാലും എനിക്ക് ഞാൻ ആരാണെന്നറിയാം. എൻ്റെ ഉള്ളിൽ തിന്മ പുറത്തു വരാൻ ഇങ്ങനെ വെമ്പുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതിന്റെ പേരാണ് ഒറിജിനൽ സിൻ, പാപാവസ്ഥ. ഇത് പാപമല്ല, പാപാവസ്ഥ. ഇതെപ്പോ വേണമെങ്കിലും പുറത്തു വരാം. ഇതെല്ലാം മനുഷ്യരിലും ആദാം ചേട്ടൻ നമുക്ക് കൈകാര്യം തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. എല്ലാവരിലുമുള്ള ഈ സെൽഫിഷ്നെസ്, സ്വാർത്ഥത, ഈ അഹന്ത, പ്രൈഡ്, ഈ ഭക്ഷണാസക്തി, ഈ ചെടികാസക്തി, ഈ മദ്യാസക്തി, ഈ ആസക്തികൾ, അലസത, മടി, മന്ദത, ഇങ്ങനെയുള്ള അസൂയ, പ്രതികാര ചിന്ത, കോപം, വിദ്വേഷം, ഇങ്ങനെ ഒരുപാട് പാപാവസ്ഥകൾ. പൗലോസ്ലീഹ പറയാണ് ഇതൊരു നാറിയ അവസ്ഥയാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറയാണ് ഈ
ജീർണിച്ച അവസ്ഥയിൽ നിന്ന്, ഈ മുറിഞ്ഞ ചതഞ്ഞ പഴുത്ത് ഇരിക്കുന്ന എൻ്റെ ഉള്ളിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനൊരു തത്വശാസ്ത്രത്തിന് എന്നെ മോചിപ്പിക്കാനാവില്ല, ഒരു ദൈവശാസ്ത്രത്തിനും എന്നെ മോചിപ്പിക്കാനാവില്ല, ഒരു മതത്തിനും എന്നെ മോചിപ്പിക്കാനാവില്ല. പൗലോസ്ലീഹ പറയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവിന് മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവം അയച്ച ഏക രക്ഷകനായ യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ഹീലിംഗ് തരാൻ പറ്റുകയുള്ളൂ. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നാൽ പിന്നെ ഈ ചതവും മുറിവും ഈ ദുർഗന്ധവും പുറത്തു വരില്ല. ഞാൻ ഒരു ഉപമ പെട്ടെന്ന് പറയാറുണ്ട്. ഈ ചതഞ്ഞ മുറിവേറ്റ ആളുകളെ ബൈബിൾ പഠിപ്പിക്കുന്നത് റച്ചറ്റ് മാൻ എന്നാണ്. മുറിവേറ്റ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ദുർഗന്ധമാണ്. ഇപ്പം എൻ്റെ മനസ്സിലൊരു മുറിവ്, പണ്ട് കാലത്തെ മുറിവ് കിടപ്പുണ്ടെന്ന് വെച്ചു, ഒരു ഭയം കിടപ്പുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വസ്ഥത, ഒരു ദുരുപയോഗപ്പെട്ട ഒരവസ്ഥ കിടപ്പുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിദ്വേഷമായി, ദേഷ്യമായി, നീരസമായി, പൊട്ടിത്തെറിയായി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് നാറ്റക്കേസ്, നാറിയ അവസ്ഥ. ഇത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും, സമൂഹത്തിന്റെ താളം തെറ്റിച്ചുകളെ. ഇവിടെ നമ്മളെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത്, തീത്തോസിന്റെ ലേഖനത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, കർത്താവിന്റെ ദിനത്തിൽ നിന്റെ മനസ്സും ശരീരവും ആത്മാവും അവികലവും പൂർണ്ണവുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീത്തോസിനോട് പൗലോസ്ലീഹ ആശംസിക്കുന്ന കാര്യമാണ്. അങ്ങനെ കർത്താവിൻ്റെ ദിനത്തിൽ എൻ്റെ തീത്തോസെ, നീ എങ്ങനെ ആയിരിക്കണം? നിന്റെ ശരീരവും മനസ്സും ആത്മാവും അവികലവും പൂർണ്ണവുമായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ദിനത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും അവികലവും പൂർണ്ണവുമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്. നമ്മളൊരു വീട്ടിൽ, ഇപ്പോൾ പള്ളിമേടയിൽ ഞാൻ ഇവിടുന്ന് ആന്ധ്രയിൽ മിഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് അമ്മച്ചിക്ക് ഒരാഴ്ച അവധി എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേന് തുറന്നപ്പോഴാണ് ഒരു വല്ലാത്ത ദുർഗന്ധം. നോക്കുമ്പോൾ ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ മേശപ്പുറത്ത് അല്ലെങ്കിൽ ടീപ്പോയിൽ ഒരു പന്നിയിൽ ചത്തിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ സ്മെല്ലാണ്. സ്വാഭാവികമായിട്ടും അകത്തു നിന്ന് വരുന്ന ഈ ദുർഗന്ധം, മുറിവേറ്റ ചതഞ്ഞൊരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥ കണക്കിയ ആളുകൾ പുറമേ നോക്കുമ്പോൾ നല്ല വീടാണ്, അടുത്ത് ചെല്ലുമ്പോഴാണ് എന്തോ റച്ചറ്റ് അവസ്ഥ. എന്തു ചെയ്യും? സാധാരണഗതിയിൽ 5 തരം പ്രതികരണങ്ങൾ ഇതിനോട് കാട്ടാറുണ്ട്, അല്ലേ? നമ്മുടെ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പന്നിയിൽ ചത്തിരിക്കുകയാണ്, ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ വല്ലാത്ത സ്മെല്ല്. നമ്മളെന്താ ചെയ്യുന്നത്? ഒന്നാമത് ചെയ്യുന്നത്, സാധാരണ മനുഷ്യർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ചില ആളുകളെയും കാണുന്നത് എന്താണെന്നറിയാമോ? ഈ വീടിന് ചുറ്റും ഈ കൊന്ത ചൊല്ലിക്കൊണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, വചനം ചൊല്ലിക്കൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ മനസ്സിനൊരു മുറിവേറ്റാൽ പുറമേ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടന്നാൽ അതിന് ഫലമുണ്ടാവില്ല. അപ്പൊ ചോദിച്ചാ, അച്ഛാ പ്രാർത്ഥിക്കണ്ടേ, വചനം പറയണ്ടേ, കൊന്ത ചൊല്ലണ്ടേ? വേണം. കൊന്ത ചൊല്ലണം, പ്രാർത്ഥിക്കണം, വചനം പറയണം. എപ്പോഴാണെന്നറിയാമോ? നിന്നെ തകർക്കാൻ പിശാച് ആയുധങ്ങൾ ഉണ്ടാക്കുമ്പോൾ നീ കൊന്ത ചൊല്ലണം. നിന്റെ നാശം ആഗ്രഹിച്ച് ആത്മാവിനെ പിടികൂടാൻ വേണ്ടി, ആത്മീയ മണ്ഡലത്തിൽ തകർച്ച ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നീ വിശ്വാസ പ്രമാണം ചൊല്ലണം, വചനം വെച്ച് ബന്ധിക്കണം. വചനമൊക്കെ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ വളർച്ച തരും. എന്നാൽ മനസ്സിനേറ്റ മുറിവിന് നമ്മൾ വീടിന് ചുറ്റും കൊന്ത ചൊല്ലിക്കൊണ്ട് നടന്നുകൊണ്ട് കാര്യമുണ്ടോ? പ്രശ്നം അകത്തെയാണ്. അകത്താണ് പന്നിയിൽ എത്തിരിക്കുന്നത്. പല ആളുകളും, പ്രിയപ്പെട്ടവരെ, കഥകയിൽ ഇങ്ങനെ വചനം എഴുതി ഒട്ടിക്കും, അടുക്കളവാതിൽ വചനം എഴുതി ഒട്ടിക്കും. അതൊന്നും
നമ്മുടെ ആന്തരിക മുറിവുകൾക്ക് പരിഹാരമല്ല. എനിക്കറിയാം ഒത്തിരി വചനം വായിക്കുന്നവരും വചനം ചൊല്ലുന്നവരും ബൈബിൾ 40 തവണ വായിച്ചവരും ഒക്കെ ഉണ്ട്. പക്ഷേ ചിലരോടൊക്കെ ക്ഷമിക്കാൻ പാടാ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. എന്താണ് കാരണം? പ്രാർത്ഥിക്കാത്തോണ്ടല്ല, പള്ളി വരാത്തോണ്ടല്ല, കുർബാന കാണാത്തോണ്ടല്ല, അകത്തെ വിഷയമാണ്. അകത്തെ വിഷയം സൗഖ്യപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ മുറിവും ചതവും ഇല്ലാത്തവരില്ല, ഈ മുറിവും ചതവും. പക്ഷേ കർത്താവ് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവേ ഞങ്ങളിൽ വസിക്കണമേ. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കോ ഞങ്ങളിൽ വസിക്കുന്ന അവിടുത്തെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, രണ്ടാമതൊരു രീതിയുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ആന്ധ്രയിൽ തിരിച്ചു വന്നപ്പോഴാണ് ഈ സ്മെല്ല് കണ്ടിട്ട് രണ്ടാമതൊരു രീതി എന്താണെന്ന് അറിയാമോ? ഞാൻ നമ്മുടെ ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, അതേ വല്ലാത്ത സ്മെല്ലാണ്, എന്തൊരവസ്ഥയതേ. അവരെല്ലാം വന്നിട്ട് അയ്യോ എൻ്റെ അച്ഛ എന്നാ മുഴുത്ത വന്നില്ലേ അച്ഛ എന്ന് പറഞ്ഞിട്ട് അവരും വന്നിങ്ങനെ നോക്കി നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ മാതൃവേദി പ്രാർത്ഥിക്കാൻ വന്നത്. അവരെന്തായി വന്നു, അമ്മമാരെല്ലാം കൂടെ വന്നു. എൻ്റെ കർത്താവേ, ഇത് എന്നതായത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മാതൃവേദിയും കമ്മിറ്റി അംഗങ്ങളും എല്ലാം കൂടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്നാ പറയുന്നറിയാം. ഇവിടുത്തെ അവർ പറയത്തില്ല, പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പറയുന്നത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയും, കണക്കായിപ്പോയി അച്ഛൻ, പള്ളിയിലെങ്ങാണോ ഇരിക്കേണ്ടതിന് വരും, ആന്ധ്രായി പോയേക്കുന്നു, ആന്ധ്രായി. ഇതാണ് ആളുകൾ നമ്മളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുറിവും ചതവും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആൾക്കാരെയൊക്കെ വിളിച്ചത് കാണിച്ചത് കൊണ്ടോ, ആൾക്കാരോടെല്ലാം വിളമ്പിയത് കൊണ്ടോ, നമ്മൾ ഈ വീഡിയോ കോൾ വിളിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞത് കൊണ്ടോ പരിഹാരം ഉണ്ടാകുമെന്ന് കരുതരുത്. അവരൊക്കെ വഴിയിലോട്ട് നിന്നിട്ട് പറയും, കണക്കായി പോയെന്ന് പറയും, നന്നായിരിക്കുന്നു, കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവും. ഇതാണ് ആളുകൾ, പാവങ്ങളാ. ഇതാണ് ആളുകളുടെ അവസ്ഥ. വലതുതരം വരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറയാത്തൊരു പറ ഹല്ലേലൂയ. പേടിച്ചിട്ടാണ് ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പന്നിയിൽ ശബ്ദിങ്ങനെ മുറിയിലിരുന്ന് കഴിഞ്ഞാൽ ഈ സ്മെല്ല് പുറത്തു വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആളുകളെ വിളിച്ച് കാണിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മൂന്നാമതൊരു രീതി ഉണ്ടെന്നാണെന്ന് അറിയാമോ? ഞാൻ ആന്ധ്രയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ട് വഴിയാണ് വന്നപ്പോൾ അവിടെ ഒരു എയർപോർട്ടിൽ നല്ലൊന്നാതൊരു സ്പ്രേ ഇരുന്നു. ഞാനൊരു സ്പ്രേ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു സ്പ്രേ ഒക്കെ ഇരിക്കട്ടെ എന്ന് കരുതി വാങ്ങിച്ചു. അപ്പോഴാണ് എനിക്കൊരു ആശയം തോന്നിയത്. ഈ ഗേറ്റിനിടയിൽ കൂടെ, ഗ്രില്ലിനിടയിൽ കൂടെ ഞാൻ ഈ ടീപ്പോയിലേക്ക് നോക്കി ഈ സ്പ്രേ അങ്ങ് അടിച്ചു. ഇതാണ് വേറൊരു രീതി. ചില ആളുകളുണ്ടല്ലോ, ഈ ദുർഗന്ധം അല്പനേരത്തേക്ക് മറച്ചു വെക്കാൻ, ഒളിച്ചു വെക്കാൻ ചില രീതികളൊക്കെ ശ്രമിക്കും. അതിൻ്റെ പേരാണ്, ഒരു സിനിമയ്ക്ക് പോകും, ഇത്തിരി മദ്യം അങ്ങ് കുടിക്കും, കുറച്ച് മറക്കാൻ. ഈ മനസ്സിന് ഏറ്റവും മുറിവും ചതവും മാറ്റാൻ വേണ്ടി ചില ബന്ധങ്ങളിലേക്ക് കയറും. ഇത് ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു പോക്ക് പോവും, പോയി ഒരു ചായം വടയൊക്കെ കഴിച്ചിട്ട് വരും. തിരിച്ചു വരുമ്പോഴും ഇതേ ചതവും മുറിവുമാണ്. അല്പനേരത്തേക്ക് ഈ മണം പൂർണ്ണമായി മാറില്ല. ഈ സ്പ്രേയുടെയും പനീലിയുടെയും കൂടെ ചേർന്നൊരു കട്ട മണം വരും. അത് കുറേ നാളത്തേക്ക് സഹിച്ചു നിൽക്കേണ്ടി വരും. ഇത് മാറിക്കഴിയുമ്പോൾ പിന്നെയും യഥാർത്ഥ പ്രശ്നം അവിടെ കിടക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സൗഖ്യത്തിന് സൗഖ്യം തന്നെ വേണം. പൊടിക്കൈകളും ചില്ലറ പ്രയോഗങ്ങളും സ്പ്രേ പ്രയോഗങ്ങളും ഡിഫൻസ് മെക്കാനിസംസും ഇതെല്ലാം ഇൻ ദ ലോങ് റൺ ഇറ്റ് വിൽ ഫെയിൽ. കുറെ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളെ കൈവിടും. ഇതെല്ലാം മറക്കാൻ വേണ്ടി, ഒരു റിലാക്സേഷന് വേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ ലോകത്തിന്റെ എല്ലാ പ്രത്യേക രീതികളും അതിനെല്ലാം പരാജയപ്പെടും. നാലാമതൊരു രീതിയുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോ ചില ആളുകളൊക്കെ ചെയ്യുന്നതാണ് ആത്മഹത്യ. എനിക്ക് ഈ വീട് വേണ്ട, ഇച്ചിരി പെട്രോൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് കത്തിച്ചു കളയാം, തീർന്നു. എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് മനസ്സിനേറ്റ മുറിവ് ചതവ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ, അടുത്തു, മതിയാക്കിയ. പ്രിയപ്പെട്ടവർ, അതും ദൈവിക വഴിയല്ല, ദൈവത്തിന്റെ വഴിയാണ്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ബൈബിളിലൂടെ. അതിനാണ് ഈ ആരാധന. ഇതിന് ഹീലിംഗ് നമ്മൾ വാങ്ങിക്കണം.
സൗഖ്യപ്പെട്ട് നിൽക്കണം. മനസ്സിനും ഏറ്റ ചതവുകള്, മുറിവുകളെ കർത്താവ് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് ഈശോ നമ്മളെ വിളിച്ചത്. പൗലോസ് അതാണ് അരുളി ചെയ്തത്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ, മരിച്ചു പോകാൻ സാധ്യതയുള്ള ഈ ശരീരത്തിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ഒരു രണ്ടാം മരണത്തിന് പോലും സാധ്യതയുള്ള ഒരു അവസ്ഥയിലെത്തി എൻ്റെ ജീർണത, എൻ്റെ മുറിവ്, ചതവ് എൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറി. അതുമൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, എനിക്കൊരു ചേഞ്ച് പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ നമ്മളോട് പറയാണ്, മക്കളെ, സുവിശേഷത്തിനൊരു വഴിയുണ്ട്, ബൈബിളിനൊരു വഴിയുണ്ട്, പ്രസാദാത്മകമായൊരു വഴിയുണ്ട്, ക്രിസ്തുവിനൊരു വഴിയുണ്ട്. അതുകൊണ്ടാണ് അവൻ ഏകരക്ഷകനാണെന്ന് പറയുന്നത്. ആ വഴിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, 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 എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതൊറ്റ ഒരു വാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ശ്രദ്ധയോടെ കേട്ട് ആശീർവാദം സ്വീകരിക്കാം. അത് ഉള്ളിൽ തട്ടിയാൽ ഇന്ന് രാത്രി പടിവിട്ടിറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അഭാരം വിട്ടുമാറും. ഇത് കർത്താവ് തരുന്ന വാഗ്ദാനമാണ്. മീഡിയയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഒരുപാട് ചതവുകൾ, ആളുകളെ ഏൽപ്പിച്ച പരിക്കുകളൊക്കെ ഉണ്ടാവും. ജീവിതത്തിന് കഷ്ടപ്പാടുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, രോഗഭയങ്ങളുണ്ട്, മരണഭയങ്ങളുണ്ട്, ഉത്കണ്ഠകളുണ്ട്. ജീവിതത്തിലേറ്റതായ ചതവുകളെ സൗഖ്യപ്പെടുത്താൻ ഈശോ ആഗ്രഹിക്കുന്നത് ഈ വചനം കൊണ്ടാണ്. എന്താണ് ഈശോ പറഞ്ഞതെന്നറിയാമോ? നമുക്ക് സ്നേഹമുള്ള ഒരപ്പനുണ്ട്, നമുക്ക് സ്നേഹമുള്ള ഒരപ്പനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചതവ് അത് നമ്മുടെ സ്വന്തം പ്രവൃത്തിയുടെ ഫലമായിട്ടാണോ, നമ്മൾ വരുത്തിക്കൂട്ടിയ അനർത്ഥമാണോ, സ്വയംകൃത അനർത്ഥങ്ങളാണോ, മറ്റുള്ളവരെ ഏൽപ്പിച്ചതാണോ, എന്തുമാകട്ടെ അതെല്ലാം മറന്ന് സൗഖ്യം തരുന്ന ഒരപ്പനാണേ ബലിപീഠത്തിൽ കരുണയോടെ നമ്മളെ കടാക്ഷിക്കുന്നത്. അവന്റെ പേരാണ് ദിവ്യകാരുണ്യ ഈശോ. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാദ്യമേ വിശ്വസിക്കണം. അതാണ് ഇന്നത്തെ ആദ്യത്തെ വചനം. റോമർ 8:28 പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. പ്രിയപ്പെട്ടവർ, ഈ ആരാധനയ്ക്ക് വന്നത് നമ്മുടെ പദ്ധതി അനുസരിച്ചാണെന്നാണോ കരുതുന്നത്? ഇവിടെ ഇപ്പൊ ആരാധനയ്ക്ക് വന്നിങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കരുതിയതോ ചിന്തിച്ചതുകൊണ്ടാണോ? ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്കറിയാം, വയനാട് മേപ്പാടിയിലൊക്കെ ദൂരം ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഒരു നിമിഷം കൊണ്ട് ഒലിച്ചു പോയവര്, ജീവിതം തീർന്നു. ഒറ്റ നിമിഷം കൊണ്ട് ജീവിതം തീർന്നു. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, നാളെ എന്തൊക്കെ ചെയ്യാൻ കാത്തിരുന്നവരാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പദ്ധതി ഒന്നുമല്ല. നമ്മളിവിടെ ദൈവത്തെ ആരാധിക്കണമെന്നും ഇവിടെ വന്നിരിക്കണമെന്നും ദൈവത്തിന്റെ പദ്ധതിയാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ആളുകൾ. ഇപ്പൊ ചോദിച്ചേക്കാം, അങ്ങനെ വയനാട്ടിലുള്ളവർക്ക് ദൈവത്തെ അറിയാത്തതുകൊണ്ട് അല്ല, അത് ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുത്തേക്കുക. ദുരിതങ്ങളും ദുഃഖങ്ങളും ഈ ലോകത്തിൽ ഉണ്ടാകും, സങ്കടങ്ങളുണ്ടാകും. ഈശോയുടെ കാലത്ത് ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ച 18 പേരെ കുറിച്ച് ആളുകൾ വന്ന് ഈശോ അടുത്ത് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഈ ദുരിതം ഇത് ലോകത്തിലുണ്ടാകും, പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് പശ്ചാത്താപമാ, അനുതാപമാ, മാനസാന്തരമാ. അതാ വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മളും ഇതുപോലെ നശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ദുരിതങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം എത്ര നാളും നമുക്ക് ജീവിക്കാൻ അനുവദിച്ചോ ആ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കടമയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ദൈവിക പദ്ധതി അനുസരിച്ചാണ്. ഈശോ അരുളി ചെയ്തു, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാൽ അല്ലാതെ ആർക്കും എന്റെ അടുത്ത് വരാൻ പറ്റില്ല. അപ്പൻ ആകർഷിച്ചതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയായി പരിണമിപ്പിക്കും. ഇത്രയും വലിയ ചതവോ, ഇത്രയും വലിയ ആഘാതമോ? അതെ, വിശ്വസിക്കണം, ഇങ്ങനെ ഒരു അപ്പനുണ്ട്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല.
നമുക്കേറ്റതായി ഈ രോഗം, നമുക്കേറ്റതായി ഈ പീഡ, ഈ ചതവ്, ഇപ്പോൾ മനസമാധാനക്കേട്, ഈ അവസ്ഥ ദൈവത്തിന് നന്മയാക്കി മാറ്റാൻ പറ്റും. ഈ അടിമത്തം, ഈ തഴക്കദോഷം, ഈ പാപാവസ്ഥ ഈ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഇനി ഒരു മാറ്റമില്ല എന്ന് കരുതി നമ്മൾ മനസ്സിടിഞ്ഞു കഴിയുന്ന ഈ അവസ്ഥയെ നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. വിശ്വാസത്തോട് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ദൈവം. പലരും ദൈവത്തെക്കുറിച്ച് കരുതിയിരിക്കുന്നത് ശരി തെറ്റുകളുടെ കണക്കപ്പിള്ളയായ ഒരപ്പൻ. ശരി ചെയ്താൽ പ്രോത്സാഹനം, തെറ്റ് ചെയ്താൽ അന്നേരം അടി, ഇങ്ങനെ കരുതുന്നേ. അങ്ങനൊന്നുമല്ല. അങ്ങനെ ആയിരുന്നുണ്ട് നമ്മൾ എത്ര പേര് ഇപ്പൊ ഇവിടെ വന്നിരുന്നേനെ. ദൈവം നമ്മളുടെ തെറ്റുകൾ എത്ര തവണ ക്ഷമിച്ചു എന്ന് കണക്കിടുന്നില്ല. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞ, ഞാൻ നിന്റെ തെറ്റുകൾ എത്ര തവണ ക്ഷമിച്ചു എന്ന് ഓർക്കാറില്ലെന്ന്. ഇതാണ് എൻ്റെ ദൈവം. എത്ര തവണ എന്നോട് ക്ഷമിച്ചു എന്ന് ഓർക്കാത്തൊരു ദൈവം. ക്ഷമിച്ചങ്ങ് മറക്കണം. പ്രിയപ്പെട്ടവരെ, ശരി തെറ്റുകളുടെ കണക്കപ്പിള്ളയല്ല എൻ്റെ അപ്പ. എൻ്റെ അപ്പ ഞാൻ ശരി ചെയ്താലും തെറ്റ് ചെയ്താലും എൻ്റെ അപ്പന് ഞാൻ മകനാ, മകളാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പട്ടണവേശിയായി ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു പാപിനിയായ സ്ത്രീ, ശരീരത്തിൽ ഇടറിപ്പോയ ഒരു പെണ്ണ് വന്നിട്ട് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി. നമുക്കറിയാം, അവളെ നോക്കി സമൂഹം മുഴുവൻ കല്ലെറിയാൻ വേണ്ടി വന്നതാ. അവളെ ഈ ഭൂമിക്ക് വേണ്ട, അവളെ എല്ലാവരും അന്യരാക്കി. പക്ഷേ ലോകം മുഴുവനും അന്യരാക്കിയവരെ സ്വന്തമാക്കുന്ന ഒരപ്പനുണ്ട്. അന്നേ വരെ അവളുടെ ജീവിതം അനേകരെ പാപത്തിലേക്ക് വലിച്ചെടുപ്പിച്ച, പക്ഷേ അന്ന് മുതൽ അത് ഈശോയുടെ പാദത്തിൽ മുട്ടുകുത്തിയപ്പോ ഈശോ അവളോട് പറഞ്ഞു, ആരും നിന്നെ ഞാനും വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്തു പൊയ്ക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് ഈ എല്ലാവരും തള്ളിക്കളഞ്ഞാലും, മുറിവേറ്റ് ചതഞ്ഞു കഴിഞ്ഞാലും, ദുർഭഗമായ അവസ്ഥ കഴിഞ്ഞാലും നിന്നെ സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട്. അവളെ കല്ലെറിയാൻ വേണ്ടി ആളുകൾ വന്നപ്പോൾ അവളുടെ മാതാപിതാക്കൾ പോലും അവൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വന്നില്ല. എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് പറയാൻ. അവളുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരും ഒക്കില്ല. എല്ലാവരും അവളെ കൊല്ലണമെന്നാ പറയുന്നേ. ഭൂമിക്ക് മീതെ ആകാശത്തിന് കീഴേ ഈ മനുഷ്യ സ്നേഹി അല്ലാതെ ആരും അവൾക്ക് വേണ്ടിയില്ല. അവൻ പറഞ്ഞു, തൊട്ടുപോകരുത്, എൻ്റെ കൊച്ചിനെ തൊട്ടുപോകരുത്, കാലൂട്ടച്ച് പൊക്കോളം പറഞ്ഞു. നിന്നെ പൊതിഞ്ഞു പിടിക്കാൻ ഒരു ദൈവമുണ്ടെന്ന്, നിന്നെ കുറ്റം വിധിക്കാത്ത ഒരു ദൈവമുണ്ട്, നിന്നെ തള്ളിക്കളയാത്ത ഒരു അപ്പനുണ്ട്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സൗഖ്യപ്പെടാനുള്ള ആദ്യത്തെ പാഠം. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുമ്പോൾ തന്നെ ഏറ്റെടുത്ത ആഘാതങ്ങൾ പകുതി നഷ്ടമാകും, ഇല്ലാതാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പ്രശ്നത്തെ ദഹിപ്പിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സ്നേഹമുള്ള ഈ അപ്പൻ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കണം. 2, ഈ അപ്പനെ അന്വേഷിക്കാൻ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ലോകത്തിന്റെ കാര്യങ്ങൾ നടന്നു കിട്ടാനോ, ജോലി കിട്ടാനോ, വഴി തുറക്കാനോ, വീട് കിട്ടാനോ ഒക്കെ നല്ല കാര്യമാണ്. അതൊക്കെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ സ്നേഹമുള്ള അപ്പനെ അന്വേഷിക്കാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതിനകത്ത് ചിലരൊക്കെ വന്നിട്ട് എന്നോട് പറയാ, അച്ഛാ വിശുദ്ധ കുർബാന അച്ഛൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്നേഹമുള്ളൊരപ്പൻ്റെ ഒരു ആബാപിതാവിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ്, ഒരു അനുഭവം, നീ വല്ല സന്തോഷം തോന്നി. ചിലർ പറയും, അച്ഛാ മാലാഖമാരുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ കാണുന്ന കാഴ്ച. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് തുറന്നു കിട്ടേണ്ട ലോകങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ദൈവസ്നേഹത്തിന്റെ ഒരു അഭിഷേകം, ഒരു പോസിറ്റീവ് എനർജി. പള്ളിയിൽ വരുമ്പോ പ്രാർത്ഥിക്കാൻ കണ്ണു നിറഞ്ഞ് ഈശോയെ എന്ന് വിളിക്കുമ്പോ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു കൃപ. എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട്, പ്രാർത്ഥിക്കാൻ ഇരിക്കേണ്ട അന്നേരം തൊട്ട് ദൈവസ്നേഹത്തിന്റെ കണ്ണുനീരങ്ങൊഴുകും. കണ്ണുനീര് എന്നോട് പറഞ്ഞു, മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുമോ, അന്നേരം തൊട്ട് ശരിക്കും കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകുന്ന ഒരമ്മ. പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല, പക്ഷേ ദൈവത്തോട് അത്ര സ്നേഹമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ണു നിറയാതെ ഈ ആലയത്തിൽ നിന്ന് പോകരുത്.
ദൈവസ്നേഹത്തിന്റെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവിന്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫീലിംഗ് അല്ല, മറിച്ച് എൻ്റെ ഈശോയെ an intimacy with God, ഫിസിക്കൽ പ്രോക്സിമിറ്റി വിത്ത് ഗോഡ്. നിന്റെ ദൈവത്തെ തൊടാൻ പറ്റുന്ന ഒരവസ്ഥ ഈ ആലയത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. യു കൻ ടച്ച് യുവർ ഗോഡ്. ദൈവത്തെ തൊടാൻ പറ്റുന്ന ഒരു കൃപയാണ് പ്രിയപ്പെട്ടവരെ ദൈവം കൊതിക്കുന്നത്. അതാണ് നമുക്ക് ഈ സ്നേഹം അനുഭവിക്കുന്ന നമ്മുടെ ഹീലിങ്ങിനുള്ള ഏക വഴി, സൗഖ്യപ്പെടാനുള്ള ഏക വഴി. കർത്താവായ ദൈവം ഇത് 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 യഥാർത്ഥത്തിൽ ഇങ്ങനൊക്കെ ജീവിച്ച ആളുകൾ എന്തോ പറയും, ഓ പള്ളിയിൽ കയറി ഇങ്ങനെ നടക്കുകയാണ്, പ്രാർത്ഥിച്ച് നടക്കുകയാണ്, ഇവരൊന്നും വേറെ പണിയൊന്നും ഇല്ലെന്ന് ആളുകൾ പറയും. പ്രിയപ്പെട്ടവരെ, ആളുകൾ ലോകം കാണുന്നത് ഇത് കൂഴയായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ഓ വെറുതെ അവന് പ്രാർത്ഥനാക്കാരൻ, അവളെന്താ പ്രാർത്ഥനാക്കാരി. ലോകത്തിന്റെ മുമ്പിൽ ഇത് വെറും കൂഴയാ. പക്ഷെ ഇത് വെറും കൂഴയാകാനുള്ള വിളിയല്ല. യഥാർത്ഥത്തിൽ ഈ വിശ്വാസ ജീവിതം ധീരതയുള്ളവർക്കേ പറ്റത്തുള്ളൂ, ഉൾക്കാഴ്ച കിട്ടിയവർക്കേ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു ദൈവം എനിക്ക് വേണ്ടി ഇവിടെ ഉണ്ട് എന്ന് വെട്ടം കിട്ടുന്നവര്, അവരായിരിക്കും സൗഖ്യപ്പെട്ട് ജീവിക്കുന്നവർ. അവർക്ക് മാത്രമേ കുടുംബങ്ങളെ, തലമുറകളെ, ലോകത്തെ സൗഖ്യപ്പെടുത്താനാവുകയുള്ളൂ. അവർക്ക് മാത്രമേ ഹീലിംഗ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ സാന്നിധ്യത്തിൽ അനേകർ സൗഖ്യപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഈശോ പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കും. ആർക്ക് പറ്റുന്നേ? കൂഴയായിട്ട് ജീവിക്കുന്നവർക്കൊന്നും ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷെ ഈ അപ്പന്റെ സ്നേഹം ഒരിക്കലെങ്കിലും സൗഖ്യത്തോടെ കിട്ടിയ ആളുകൾക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റും. അതിനുള്ള വിളിയാണ് ക്രിസ്തീയ വിളി. വളരെ പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ അപ്പനെ സംശയിക്കാതെ വിശ്വസിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്,